മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജാനമ്മ മരുമോളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ആ കുഞ്ഞിനെ ഒരുപാട് ദൈവാധീനമുള്ള കുഞ്ഞാണ്, അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ലേഖയും ഉണ്ടാവും, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ മരുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ മോൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, പിന്നെ അയാളുടെ സ്വഭാവമാണെങ്കിൽ മഹാമോശമാണ്, ആ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ അമ്മ ചെയ്തോളും എന്ന് പറയണം. പിന്നീട് അതിനുശേഷം ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പരിപാടി ചെയ്ത് ആ ഓണക്കോടി ഇന്ന് ചപ്പലിട്ട് കത്തിച്ചല്ലോ ചോദിക്കുക. അങ്ങേരുടെ ഓണക്കോടി എനിക്ക് വേണ്ട, അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കണ്ണനും അനന്തവും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, പ്രസവിച്ച അമ്മയ്ക്ക് അത്ര വിഷമം ഉണ്ടായില്ല, കുറച്ച് നേരം മാറി നിന്ന് കഴിഞ്ഞാൽ. ഈ പ്രസവിക്കാത്ത ലേഖയ്ക്ക് അതുകൊണ്ടാണ് ഇത്ര വിഷമം. ഏതായാലും നീ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ ആയി പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്നിങ്ങനെ അനന്ത് പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി കുഞ്ഞുമായിട്ട് വരികയാണ്. കുഞ്ഞുമായിട്ട് വന്നിട്ട് പറയും, എന്നാ ഈ കുഞ്ഞിനെ നീ നോക്കിക്ക, ഞങ്ങൾ എന്തായാലും ഓഫീസിലേക്ക് പോവുകയാണ് എന്ന് പറയും. പിന്നീട് ജാനമ്മ വന്നു കഴിഞ്ഞാൽ ജാനമ്മയുടെ പരിപാടികളെല്ലാം ചെയ്തോട്ടെ കുഞ്ഞിനെ, അതിനൊന്നും നീ എതിർപ്പ് പറയരുത് എന്ന് പറയണം. കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുവരണം എന്ന് പറയണം കേട്ടോ. അതിനെന്താ ഞങ്ങൾ കൊണ്ടുവരാലോ എന്ന് പറയണം. പിന്നീട് അവർ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അനന്തു ഇങ്ങനെ ലേഖയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരുപാട് പിടിവാശി കാണിക്കരുത് ലേഖയെ, അത് ആപത്താണ് എന്ന് കണ്ണനും കൂടെ പറഞ്ഞു എന്ന് പറയാൻ. ഞാൻ ഒരുപാട് പിടിവാശിയൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹിയും കണ്ണനും കൂടി കാറിലിങ്ങനെ പോകുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ആ ജാനമ്മയുടെ മോനെ ആശുപത്രിയിൽ പോയി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പോകാം, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ശരിയാണ് കണ്ണേട്ടൻ, ഞാനും അത് കണ്ണേട്ടനോട് പറയണം എന്ന് വിചാരിച്ചതാണ്, ഏതായാലും അവിടെ പോയി കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ജാനമ്മയോട് വിളിച്ച് പറയാമെന്ന് പറയണം കേട്ടോ. ശരി എന്ന് പറയണം കേട്ടോ. പിന്നീട് ജാനമ്മ വരുമ്പോൾ ലേഖ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. മോളെ തരൂ, ഞാൻ കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, കുളിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ ലേഖ പറയും, വേണ്ട ഞാൻ ചെയ്യാം, ജാനമ്മ എൻ്റെ കൂടെ സഹായിച്ചാൽ മതി എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ജാനമ്മ പറയും, ഞാൻ അമ്മയും മോളെയും നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അമ്മ ഇപ്പോൾ ജോലിക്ക് പോയി, മോളെയാണെങ്കിൽ മോള് നോക്കാമെന്നും പറയണം, അപ്പോൾ എങ്ങനെ ഇത് ശരിയാകും, എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഞാനത് വന്നപ്പോഴേ പറഞ്ഞല്ലോ, ജാനമ്മയ്ക്ക് ഇവിടെ അധികം ജോലിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ലേഖ പറയണം, ഞാൻ കുഞ്ഞിനെയൊക്കെ ഒരുക്കി കുളിപ്പിച്ച് തരാം, അതിനുശേഷം എനിക്കിത്തിരി കുളിക്കണം എന്നിങ്ങനെ പറയണം. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ജാനമ്മ അടുക്കളയിൽ പോയിട്ട് പാല് കുഞ്ഞിനെ തിളപ്പിക്കുകയാണ് കേട്ടോ. ആ തിളപ്പിക്കുന്ന സമയത്തായിരിക്കും പ്രതാപം വിളിക്കുക. പ്രതാപം വിളിച്ചിട്ട് ജാനമ്മയോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവിടെ ആരും ഇല്ല എന്ന് ജാനമ്മ പറയുകയാണ്. അതിനുശേഷം അവർ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ആനന്ദം അതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയിരിക്കുകയാണെന്ന് പറയും. ഏതായാലും ശരി, എൻ്റെ ആൾ പുറത്തുണ്ട്, ഏതായാലും കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് കൊല്ലാനോ ഒന്നിനും പറ്റില്ല, നിങ്ങളുടെ മോൻ എന്തെങ്കിലും പറ്റിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ശരി നിങ്ങളൊന്നും ചെയ്യണ്ട, ആ കുഞ്ഞിനെ അവിടെ പുറത്തേക്ക് കടത്തി ഇറക്കിയാൽ മതി എന്നിങ്ങനെ പറയണം, ഒരു സൗകര്യം ഒരുക്കിയാൽ മതി പറയും. ശരി എന്ന് പറയണം കേട്ടോ. പിന്നീട് ജാനമ്മ വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങിയിരിക്കും. ജാനമ്മ കുഞ്ഞിന് സിറ്റ് ഔട്ടിൻ്റെ അവിടെ അങ്ങനെ ആയിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നീട് ഒട്ടുപാല് വന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് പോവുകയാണ്. ഇതെല്ലാം ജാനമ്മ കാണുന്നുണ്ട്. ജാനമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. 2-3 പ്രാവശ്യം ജാനമ്മ വന്ന് നോക്കും, കുഞ്ഞിനെ എടുത്തിട്ട് പോകണമെന്ന് കാണുമ്പോൾ ജാനമ്മ ഭയങ്കരമായിട്ട് അങ്ങനെ കരയുകയാണ് കേട്ടോ. ഈ മഹാഭാവം ഞാൻ എവിടെ വെച്ച് തീർക്കും എന്ന് പറഞ്ഞിട്ട് ജാനമ്മ അങ്ങനെ കരയുകയാണ്, ഒരുപാട് കരയുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി വിളിക്കുകയാണ്. മഹാലക്ഷ്മി വിളിച്ചിട്ട് ജാനമ്മയോട് പറയുന്നുണ്ട്, ജാനമ്മേ ഞങ്ങൾ ആശുപത്രിയിൽ പോയി മോൻ്റെ ഇതുവരെയുള്ള ബില്ല് കംപ്ലീറ്റും അടച്ചു, അതുപോലെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ശരിയായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മരുമോൾ അവിടെ ഉണ്ടായിരുന്നു, മരുമോളുടെ കയ്യിലും കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. ഇന്ന് ജാനമ്മ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിക്കോളൂ, ഒന്നും വരില്ല കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാനമ്മയ്ക്ക് ആകെ ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. അയ്യോ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ട് ജാനമ്മ ഇങ്ങനെ കരയാണ് കേട്ടോ. പിന്നീട് ലേഖ കുളി കഴിഞ്ഞിങ്ങനെ പുറത്ത് വരുമ്പോൾ ജാനമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും. എന്ത് പറ്റി ജാനമ്മ എന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞിനെ കാണാനില്ല മോളെ, ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി വരുമ്പോഴേക്കും കുഞ്ഞിനെ ആരോ എടുത്തിട്ട് പോയി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ലേഖ സമനില തെറ്റിയിട്ട് അങ്ങനെ നിലവിളിച്ച് കരയണം കേട്ടോ. അപ്പോഴേക്കും അനന്തവും അങ്ങോട്ടേക്ക് വരും. അനന്തം ഏട്ടാ കുഞ്ഞിനെ കാണാനില്ല, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. അനന്തവും ലേഖയും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ പകച്ച് കുഞ്ഞെവിടെ പറഞ്ഞിട്ട് അവർ പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് ഒട്ടുപാല് കാറിൽ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പ്രതാപൻ്റെ അടുത്ത് പറയണ്,
ഇങ്ങനെ കുഞ്ഞിനെ എന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും കൂടി ഭയങ്കര ആഹ്ലാദമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇന്നത്തോടുകൂടി അവിടെ നിലവിളി ഉണ്ടാകും പറയണം കേട്ടോ. അനന്തുവിൻ്റെ വീട്ടിലൊരു കൂട്ടക്കരച്ചിലുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിക്കുകയാണ്. ആ വിവരം കരുണയ്ക്കും കൊടുത്തിട്ടുണ്ട്. കരുണയാണെങ്കിൽ ആഹ്ലാദത്തോടു കൂടി നിൽക്കുകയാണ്. ദുർഗയും മഞ്ജുവും കൂടി കുഞ്ഞു പോയ കാര്യം ആലോചിച്ചിട്ട് അവർ വിഷമത്തോടു കൂടിയിട്ട് കരഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് അത് കണ്ട് ആസ്വദിക്കുകയാണ് കരുണ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഈ ഒട്ടുപാല ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് കൊണ്ടുപോയി കളയാനുള്ള തീരുമാനത്തിലാണ് പോകുന്നത്. നാളത്തെ പ്രൊമോയിൽ ബാക്കി നമുക്ക് അറിയാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.